ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ ഏജന്റ് കിം റീആക്ടിവേറ്റഡ് എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നായകനായ നമ്മുടെ കിമ്മിനെയാണ്. ഇവ നടന്നു പോകുന്ന വഴിക്ക് ഒരുത്തനൊരു സിഗരറ്റ് അവനെ നേരെ തെറിപ്പിക്കും. പക്ഷെ എന്നാലും ഒന്നും പറയാതെ അവൻ അവിടുന്ന് പോകുന്നു. എന്നിട്ട് അവൻ തന്നെ കുടിച്ച് വണ്ടി ഓടിച്ച് കൺട്രോൾ പോയി അവനെ തന്നെ ഇടിക്കും. എന്നിട്ട് ഇത് അവൻ്റെ കുറ്റമാണെന്ന രീതിക്ക് അവനോട് പോയി ചൂടാവും. സോറി പറയാൻ പറയും. കിം അവന്മാരെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവന്മാർ വിടുന്നില്ല. അവൻ അങ്ങനെ അവരോട് സോറി പറയും. എന്നിട്ട് അവനൊരു അടിയും കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. ശേഷം രാവിലെ കിമ്മിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവനൊരു മകളുണ്ട്. രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അവൻ ജോലിക്ക് പോകാൻ നിൽക്കും. മകള് എണീറ്റിട്ടുണ്ടാവില്ല. കുറേ വിളിക്കും. എന്നിട്ട് ആ റൂമിൽ നിന്ന് വന്ന് അവിടെയുള്ള സോഫയിൽ ചെന്ന് കിടന്നുറങ്ങും. ശേഷം അവൾ സ്കൂളിൽ പോവാൻ റെഡിയാവും. കിം അവളുടെ ഒരു എമർജൻസി കോണ്ടാക്ട് ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയും വേറെ സിബ്ലിങ്സും ഒന്നുമില്ല. നിന്റെ ഫ്രണ്ട്സ് ആരാണെന്നും അവരുടെ ഫോൺ നമ്പറും എനിക്ക് വേണമെന്ന് പറയും. അങ്ങനെ അവൾ ഒരു നമ്പർ പറഞ്ഞു കൊടുക്കും. അതവൻ സേവ് ചെയ്യും. ശേഷം മകൾ ബസ് വരുമ്പോൾ കയറിപ്പോവും. ഇവളുടെ പേര് മിൻ എന്നായിരിക്കും. ബസ് പോകുന്ന വഴിക്ക് മുന്നിലൊരു പയ്യൻ പെടുന്നതും പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും. അപ്പോൾ ഒരു പയ്യൻ അവളെ പിടിച്ചു നിർത്തും. ഇവൾക്ക് ഓൾറെഡി ഇവനോടൊരു ക്രഷ് ഉണ്ട്. അവൻ നോക്കുന്നുണ്ടോയെന്നറിയാൻ പതുക്കെ ഇവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൾ സ്കൂളിലേക്ക് എത്തുന്നു. അതുപോലെ കിം ബാങ്കിലും അവിടെയായിരിക്കും അവൻ്റെ ജോലി. അവിടെ തൻ്റെ ബോസിൻ്റെ കോർപ്പറേറ്റ് ചെലവുകളിൽ ഒരു വ്യത്യാസം അവൻ ശ്രദ്ധിക്കുന്നു. ബോസിനോട് ചെന്ന് ബോസ് ലീവായ ദിവസം ചൈനീസ് ഫുഡിനായി 95,000 വോണാണ് ചിലവാക്കിയത്. അന്ന് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെയായിരുന്നു. അതിൻ്റെ റെസീപ്റ്റ് മിസ്സിങ്ങുമാണ്. അപ്പോൾ ബോസ് അത് കമ്പനി ഡിന്നർ എക്സ്പെൻസായി കണക്കിലെടുക്കാൻ പറയും. ബോസ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ ചെയ്യാമെന്ന് പറയുന്നു. ശേഷം അന്ന് രാത്രി അടി കിട്ടിയത് കൊണ്ട് ഇവൻ ഗൂഗിളിൽ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയുള്ള ഐറ്റംസ് നോക്കും. ഇത് ആ ഓഫീസിലുള്ള സാങ് എന്നൊരു പെണ്ണ് കാണുന്നുണ്ട്. ഇതെന്തിനാ? രാത്രിയാകുമ്പോൾ ബോസിനിട്ട് പണി കൊടുക്കാനാണോ? ഏയ്, അതിനൊന്നുമല്ല. എൻ്റെ അയൽക്കാരന് ഈ അടുത്തായി ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് നല്ല ഭീഷണിയാണ്. എൻ്റെ മകളുടെ ബർത്ത്ഡേ വരെയാണ്. അവൾക്ക് ഗിഫ്റ്റായി ഒരു പെപ്പർ സ്പ്രേ വാങ്ങുന്നതിനെ പറ്റി അവളോട് ചോദിക്കുമ്പോൾ അവൾക്ക് എന്താ വേണ്ടത് അത് വാങ്ങിക്കൊടുക്കല്ലേ നല്ലത്. അതെ, പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ഒരുപാട് സംസാരിക്കാറൊന്നുമില്ല. അവളുടെ അമ്മ ഉണ്ടായിരുന്നേ കുറച്ചുകൂടെ എളുപ്പമായേനെ. സാങ്, ഗിഫ്റ്റ് എടുക്കാൻ ഞാൻ സഹായിക്കാം, നമുക്കൊരുമിച്ച് പോകാമെന്ന് പറയും. ശേഷം മിന്നിൻ്റെ ക്ലാസ്സാണ് കാണിക്കുന്നത്. അവളുടെ അടുത്തേക്ക് 2 പെണ്ണുങ്ങൾ വന്ന് നിന്നെ നന്നായി നാറുന്നു എന്ന് പറഞ്ഞ് അവിടെയെല്ലാം തട്ടിയിടും. അവിടെ 3 ബുള്ളീസ് ഉണ്ടാകും. മിന്നിനെ അത്ര കണ്ടുകൂടാ ഇവർക്ക്. ആ സമയം അവിടേക്ക് മിന്നിൻ്റെ ക്രഷ് വരും. അവൻ്റെ പേര് നാം എന്നായിരിക്കും. അവൻ ആ പെണ്ണിനോട് ഇപ്പോൾ ഫ്രീ ആണോ എന്ന് ചോദിക്കും. ശേഷം മിൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ ആ 2 ബുള്ളീസ് അവിടെ സ്മോക്ക് ചെയ്യുന്നുണ്ട്. എന്തൊരു വൃത്തികെട്ട നാറ്റമാണെന്ന് പറയുമ്പോൾ ഇവർക്ക് ദേഷ്യം വരും. ഇവളെ അടിക്കും. ആ നേരം മറ്റേ വെള്ളത്തലയും അവിടേക്ക് വരും. നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്, വെറും ഒരു നിർഗുണ എന്നും പറഞ്ഞ് കളിയാക്കി അവിടുന്ന് പോകും. ശേഷം കിമ്മും സാങ്ങും ഗിഫ്റ്റ് വാങ്ങാൻ എത്തും. അവിടെ വലിയൊരു ക്യൂ ഉണ്ടാവും. സാങ് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ സ്ഥലം പിടിക്കും. കിമ്മിനോട് ക്രെഡിറ്റ് കാർഡ് തരാൻ പറയും. കേക്ക് വാങ്ങാനുള്ള ക്യൂ ആയിരിക്കും. ഞാനൊരു സ്ക്രീൻഷോട്ട് അയക്കാം, അത് കാണിച്ചു കൊടുത്താൽ മതി. ഇവൾ വേറെ ഗിഫ്റ്റ് വാങ്ങി വരാമെന്ന് പറഞ്ഞ് അവനെ ആ ലൈനിൽ നിർത്തി ഇവൾ പോകും. സ്ക്രീൻഷോട്ട് അയച്ചാലും നോക്കാൻ പറ്റാത്തൊരു ഫോണായിരിക്കും അവൻ്റെ ഉള്ളത്. കുറച്ച് കഴിഞ്ഞ് 5 ലക്ഷം വോൺ ആയിരിക്കും ഡെബിറ്റ് ആയിട്ടുണ്ടാവുക. അത് കണ്ട് അവൻ ഞെട്ടും. അങ്ങനെ കേക്ക് വാങ്ങാൻ പ്രീ ഓർഡർ ഞങ്ങൾക്ക് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. പെട്ടെന്നാണ് അവിടേക്ക് സാങ് വന്ന് ആ ഓർഡർ കൺഫേം ചെയ്യുന്നത്. എന്നിട്ട് അത്രയും ക്യാഷ് ആയതുകൊണ്ട് റീഫണ്ട് ചെയ്യാൻ വന്നേക്കാണ് കിം. നിങ്ങൾ എന്താണ് ഇങ്ങനെ? നിങ്ങളുടെ മകളുടെ ബർത്ത്ഡേ അല്ലേ? എന്നെ വിശ്വസിക്ക്, അവൾക്കിത് ഇഷ്ടപ്പെടും. അതൊരു ടീഷർട്ടായിരിക്കും. സാങ് അവനെ ഓരോന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. ശേഷം കിം വീട്ടിലെത്തി ആ ഗിഫ്റ്റ് പതുക്കെ ഒളിപ്പിക്കും. നാളെ ആയിരിക്കും അവളുടെ ബർത്ത്ഡേ. ഇവൾ ആകെ അപ്സെറ്റ് ആയിരിക്കും. ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. ഇവൾ ആ വെള്ളത്തലയുടെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കും. അവൾ നല്ല റിച്ചാണ്, ഭംഗിയുണ്ട്. നാമും ഉണ്ടാകും അവളുടെ ഫോട്ടോയിൽ. അവൻ്റെ അക്കൗണ്ടും എടുത്തു നോക്കുന്നു. അതിൽ അറിയാതെ ലൈക്ക് ഇട്ട് പോകും. പെട്ടെന്ന് തന്നെ അവൻ്റെ നിന്ന് ഒരു മെസ്സേജ്. ആരാ ഇത് എന്ന് ചോദിച്ച് ഇവൾ ആകെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വെച്ചിരിക്കുന്നു. ശേഷം നാമിനെ കാണിക്കുന്നു. അവൻ വോളിബോളൊക്കെ കളിക്കുന്ന ഒരുത്തനായിരിക്കും. ശേഷം മിൻ ലോക്കറിൽ ചെന്ന് അവളുടെ ജിം ക്ലോത്ത്സ് നോക്കുമ്പോൾ കാണുന്നുണ്ടാവില്ല. ആ ബുള്ളീസ് അവിടെ വന്ന് അത് നോക്കിപ്പോവും.
ഇവൾ അവളുടെ ഫ്രണ്ടിനോട് അടുത്ത പീരീഡാണ് ഞങ്ങൾക്ക് PT. ഞാൻ തന്ന ജിം ക്ലോത്ത്സ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ ഡെസ്കിൽ വെച്ചിരുന്നല്ലോ, എന്നിട്ടത് കാണാനില്ലല്ലോ എന്ന് ചോദിക്കും. എന്നിട്ടൊരു പയ്യൻ നീ ആ ഡസ്റ്റ്ബിൻ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയും. ഇവൾ നോക്കുമ്പോൾ അവളുടെ ജിം ഡ്രസ്സ് അതിനുള്ളിലുണ്ടാവും. മറ്റവരുടെ പണിയായിരിക്കും അത്. ഇവൾക്ക് നല്ല വിഷമാവും. ശേഷം ഇവൾ ജിം ഡ്രസ്സ് ഇല്ലാതെ പോകുന്നത് കണ്ട നാം അവൻ്റെ ജിം ഡ്രസ്സ് ഇവൾക്ക് കൊടുക്കും. ഞാൻ വോളിബോൾ കളിച്ചുകൊണ്ട് ചെറിയൊരു വേർപ്പുണ്ടാകും, എന്നാലും കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു പോകും. അവിടെ എത്തിയ PT സാർ, ഇതെന്താ പാൻറ്റില്ലാത്ത, സ്കേർട്ട് ഇട്ടിട്ടാണോ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നത്? ഞാൻ മറന്നുപോയി സാർ. അപ്പോൾ ഇത് നാമിൻ്റെ ഡ്രസ്സാണല്ലോ. അപ്പോഴാണ് മറ്റവരും ഇത് കാണുന്നത്. ശേഷം ഒരു ടൈക്കോണ്ടോ ക്ലാസ് ആണ് കാണിക്കുന്നത്. അവിടെ കുറേ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഇയാളാണ് സിയോങ്. ശേഷം കാണിക്കുന്നത് പാർക്ക് എന്നൊരുത്തനെയാണ്. അവന് ഒടുക്കത്തെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഇവൻ അവരെ ചെന്ന് സഹായിക്കും. പക്ഷേ അത് അവർക്കൊരു ശല്യമായിട്ടായിരിക്കും മാറുന്നത്. ഇവൻ ആരും ശ്രദ്ധിക്കില്ലെന്ന് ഉറപ്പാക്കി ഇവൻ്റെ റൂമിൽ ചെന്ന് കർട്ടനെല്ലാം താഴ്ത്തി ഹെഡ്ഫോൺ വെച്ച് ഗെയിം കളിക്കാൻ തുടങ്ങും. ഇതാണ് ഇവൻ്റെ പണി. ആ നേരത്താണ് അവിടേക്ക് സിയോങ് വരുന്നത്. ഇവൻ എത്ര വിളിച്ചിട്ടും തുറക്കാതെ വരുമ്പോൾ ഇവൻ ഡോറ് ചവിട്ടി തുറക്കുന്നു. ഇത് കണ്ട് പാർക്ക് പേടിക്കും. ഓ, നീയായിരുന്നു, ഒന്ന് മുട്ടിയിട്ട് വന്നുടറൂ. ഞാൻ മുട്ടിയതാണ്, നീ കേട്ടില്ല. ഇവർ രണ്ടുപേരും കിമ്മിൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും. പാർക്ക്, നിങ്ങൾക്ക് ഈ ടൈക്കോണ്ടോ യൂണിഫോം അഴിച്ചു വെച്ച് വന്നാൽ പോരെ, വെറുതെ ആൾക്കാരെ കാണിക്കാൻ. അപ്പോൾ ഞാൻ കുട്ടികളെ വീട്ടിലാക്കി നേരെ പോന്നു. നീ നിന്നെ ഒന്ന് നോക്ക്, പട്ടാളക്കാരുടെ യൂണിഫോം ഇട്ട് എന്താ വല്ല മിഷനും പോവാണോ എന്ന് ചോദിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കിം, എനിക്ക് പോകണം, മിൻ ഒറ്റക്കാണ്. സിയോങ്, ഇപ്പോൾ അവൾക്ക് അമ്മയില്ലെന്നറിയാം, അവളിപ്പോൾ കുറച്ച് വളർന്നില്ലേ, നീ ഇനി നിനക്ക് വേണ്ടിയും കൂടെ ഇതൊന്ന് ജീവിക്ക് എന്ന് പറയും. ആ നേരത്താണ് അന്ന് കാറും കൊണ്ട് കിമ്മിനെ ഇടിച്ചവന്മാർ അവിടെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. വേറെ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് പുകവലിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പോൾ ആർക്കാണ് അവിടെ പ്രശ്നം? പാർക്കിൻ്റെ നോട്ടം കണ്ട് നീ എന്താടാ നോക്കി പേടിപ്പിക്കുന്നു? സിയോങ്, നമ്മളിപ്പോൾ പഴയ പോലെയല്ല, പ്രായമായി, ആവശ്യമില്ലാത്ത വള്ളിയൊന്നും പിടിക്കാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. കിമ്മും നമുക്ക് പോകാമെന്ന് പറയും. അങ്ങനെ പോകാൻ നേരം പാർക്കിൻ്റെ മേത്തേക്ക് ഡ്രിങ്ക്സ് വലിച്ചെറിയും. ഇത് കണ്ട് ദേഷ്യം വന്ന പാർക്ക് അവന്മാർക്ക് നല്ല കണക്കിന് തന്നെ കൊടുക്കും. കുറച്ച് കഴിഞ്ഞ് സിയോങ് കിമ്മിനെ നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. അവൻ ഒരു പ്രശ്നത്തിനും നിൽക്കാതെ അവിടുന്ന് പോകും. ഇവിടെ പാർക്ക് എല്ലാത്തിനെയും അടിച്ചൊതുക്കും. എന്നിട്ട് സിയോങ് വന്ന് പിടിച്ചു മാറ്റും. ആ പോലീസുകാരോട് ഇവനെ ടേസർ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറയും, എന്നാലേ ഇവൻ അടങ്ങൂ. ഷൂട്ട് ചെയ്യുന്നതും അവർ രണ്ടുപേരും ഷോക്കടിച്ച് ബോധം പോകുന്നു. ശേഷം രാവിലെ കിം ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നതിനിടയിൽ നാമിൻ്റെ ജാക്കറ്റ് കാണും. ഇവൻ ആരാന്ന് ചോദിക്കുമ്പോൾ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അവൾ പോകും. ഇനി അത് അവളുടെ ബോയ് ഫ്രണ്ട് വല്ലതും ആണോ എന്നവൻ സംശയിക്കും. ശേഷം മിൻ ആ ഡ്രസ്സ് തിരിച്ചു കൊടുക്കാൻ അവൻ്റെ ക്ലാസ്സിലേക്ക് ചെല്ലും. പക്ഷെ അവൻ അവിടെ ഉണ്ടാവില്ല. ആ നേരത്താണ് അവളുടെ അടുത്തേക്ക് അവൻ വരുന്നത്. നീ എന്നെ ക്ലാസ്സിൽ വന്ന് അന്വേഷിച്ചിരുന്നോ? ആ, ഒരു താങ്ക്സ് പറയാനും ഇത് തരാനുമാണെന്ന് പറയും. നീയാണോ എൻ്റെ പോസ്റ്റിന് ലൈക്ക് ഇട്ടത്? അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ല. അവൻ അവളുടെ കയ്യിലേക്ക് ഒരു മെസ്സേജ് വിട്ട് ഇതെന്താ അപ്പോൾ ഇവർ ഈ ഒരുമിച്ചിരിക്കുന്നത് മറ്റവർ കാണുന്നുണ്ട്. ശേഷം മറ്റവർ ഇവളെ അടിക്കാൻ തുടങ്ങും. ഞാൻ എന്തിനാ അടിച്ചതെന്ന് മനസ്സിലായോ? എൻ്റെ ബോയ് ഫ്രണ്ടിനെ വളക്കാൻ നോക്കിയതിന്. അപ്പോൾ ഞാൻ അവൻ്റെ ജിം ഡ്രസ്സ് തിരിച്ചു കൊടുത്തതാണ്. അപ്പോൾ നിനക്ക് തള്ളയില്ലാത്തതിൻ്റെ കഴപ്പ് നല്ലോണം ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വന്ന അവൾ ഒരു ചവിട്ട് കൊടുക്കും. എന്നിട്ട് അടി കൂടാൻ തുടങ്ങുന്നു. ശേഷം സ്കൂളിൽ നിന്ന് കിമ്മിന് ഫോണ് വരും. മിൻ തല്ലുണ്ടാക്കിയെന്ന് പറഞ്ഞ്. അവൾ തല്ലിയത് ജുഹാക് കൺസ്ട്രക്ഷൻ ചെയർമാൻ്റെ മകളെയാണ്. ജു എന്നായിരിക്കും അയാളുടെ പേര്. അവൻ്റെ പുറത്തെ പാട് കണ്ട് അതെന്ത് പറ്റിയെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ പണ്ട് എൻ്റെ പുറത്ത് കുറേ ടാറ്റൂസ് ഉണ്ടായിരുന്നു, പിന്നെ ബിസിനസ്സൊക്കെ തുടങ്ങിയപ്പോൾ അതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി. എൻ്റെ മോളെ കാണിക്കാൻ പോലും എനിക്ക് നാണക്കേടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം ടോർച്ച് വെച്ച് കരിച്ചു കളഞ്ഞാന്ന് പറയും. എന്നിട്ട് അവൻ്റെ വൈഫ് വിളിച്ച് മകൾക്ക് സ്കൂളിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടായെന്ന് അറിയിക്കും. ശേഷം അവിടേക്ക് ഒരു സ്വർണ്ണപ്പല്ലം വരും. അവൻ്റെ അസിസ്റ്റൻ്റ് വന്ന് ഇപ്പോൾ ചെയർമാനെ കാണാൻ പറ്റില്ല, പ്ലാൻസ് എല്ലാം ചേഞ്ചായി, പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കും. ശേഷം ഓഫീസിൽ എല്ലാവരും ഉണ്ട്. കിം വരാനായി വെയിറ്റ് ചെയ്യണം അവർ. അങ്ങനെ അവിടെ എത്തും. അവളുടെ അമ്മ, ഇങ്ങനെയാണോ മകളെ വളർത്തുന്നത്? കണ്ടില്ലേ അവളെന്താ ചെയ്തതെന്ന്? മീൻ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവളും ഇവളുടെ ഫ്രണ്ട്സുമാണ് എന്നെ ബുള്ളി ചെയ്യാറ്. മറ്റവളുടെ അമ്മ ഡിസിപ്ലിനറി കമ്മിറ്റിയെ വിളിച്ച് ഇതിനെതിരെ ആക്ഷൻ എടുക്കുമെന്ന് പറയുമ്പോൾ കിം മുട്ടുകുത്തിയിരുന്ന് മാപ്പ് ചോദിക്കും. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് പറയും. ചെയർമാൻ ജു, ഒരു മകളെ വളർത്തി വലുതാക്കുന്നതിൻ്റെ കഷ്ടപ്പാട് എനിക്കറിയാം, അതും അമ്മയില്ലാതെ. അതുകൊണ്ട് ഈ കേസ്
ഇവളെ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ഒത്തുതീർപ്പാക്കാമെന്ന് പറയും. എന്നിട്ട് മിൻ സങ്കടത്തോടെ പോകുമ്പോൾ നാം കുറെ വിളിക്കുന്നുണ്ട്. ഇത് കിമ്മും കാണുന്നുണ്ട്. ശേഷം ജു പ്രിൻസിപ്പളിനോട് ആ കുട്ടിയുടെ അച്ഛന് എന്താ ജോലി? ബാങ്കിലാണെന്ന് പറയും. ഇനി ഇങ്ങനെ എന്തേലും സംഭവിച്ചാൽ ഈ സ്കൂളും നിങ്ങളും എല്ലാം മാഞ്ഞു പോകും. ശേഷം അവൾ എന്തുകൊണ്ടാ എന്നെ വിശ്വസിക്കാത്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് പണവും പവറും ഉള്ളതുകൊണ്ടാണ് അച്ഛൻ അവരുടെ മുമ്പിൽ മുട്ടുകുത്തിയത് അല്ലേ? എനിക്ക് എത്ര നാണക്കേടായെന്നറിയോ? ഞാനിനി വീട്ടിലേക്കില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നോളാം. നാളെ നിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ അന്ന് തന്നെയാ എൻ്റെ അമ്മയും മരിച്ചതെന്ന് അവൾ പറയും. ശേഷം കിം വൈഫിൻ്റെ കല്ലറയിലേക്ക് ചെല്ലും. എന്നിട്ട് കിം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ മിൻ അവിടെയില്ല. അവൾക്ക് നാമിൻ്റെ ഒരു മെസ്സേജ് വരും. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. സ്കൂളിൻ്റെ ബാക്ക് ഗേറ്റിൻ്റെ അവിടേക്ക് വരാൻ പറയൂ. ശേഷം കിം മിന്നിനെ വിളിക്കുമ്പോൾ അവളുടെ ബോധം പോയി കിടക്കയിരിക്കും. അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമെന്നാണല്ലോ പറഞ്ഞ്. അതുകൊണ്ട് അവൻ കൂടുതൽ അന്വേഷിക്കില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആ ഫ്രണ്ടിനെ വിളിച്ച് അവളെപ്പറ്റി ചോദിക്കുമ്പോൾ അവൾ ഇവിടെ വന്നിട്ടില്ലെന്ന കാര്യം പറയും. ഇവൻ നേരെ സ്കൂളിലേക്ക് ചെല്ലും. ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് അവളെപ്പറ്റി ചോദിക്കുമ്പോൾ ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറയും. ആ സമയം നാം അവിടെ പരിങ്ങി നിൽക്കുന്നുണ്ടാവും. ഇവനെ മനസ്സിലായ കിം, നീ ഇന്നലെ അവളെ കണ്ടിരുന്നോ? ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ബാക്ക് ഗേറ്റിൻ്റെ അവിടേക്ക് വരാൻ പറഞ്ഞ്. പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ശേഷം കിം അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ കുറേ ചോര കാണും. അവിടെ നിന്നായി മറ്റേ ബുള്ളിയുടെ തലയിലെ ഹെയർ ബാൻഡും കണ്ടെത്തും. ശേഷം ആ പെണ്ണും വേറൊരുത്തനും അവിടേക്ക് വരും. ആ ചോരയൊന്നും അവിടെ കാണുന്നുണ്ടാവില്ല. മഴയായപ്പോൾ എല്ലാം ഒലിച്ചു പോയിട്ടുണ്ടാവും. ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ പോലീസ് ഇവിടെ എത്തിയേനെ. ഭാഗ്യത്തിന് ആരും കണ്ടില്ല. പെട്ടെന്ന് പിന്നിൽ നിന്ന് കിം, ഞാൻ മിന്നിൻ്റെ അച്ഛനാണ്. അപ്പോൾ ഞങ്ങൾ കാര്യം അറിയില്ലെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ അവളെ തപ്പിയാ വന്നതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് നിൻ്റെ ഹെയർ ബാൻഡല്ലേ എന്ന് ചോദിക്കും. പെട്ടെന്ന് മറ്റവൻ അടിക്കാൻ നോക്കും. പക്ഷെ കിം മാറിക്കളയും. ഇത് കണ്ട് ദേഷ്യം വന്ന മറ്റവൻ കിമ്മിൻ്റെ ഷർട്ട് വലിച്ചു കീറും. അവൻ്റെ നെഞ്ചത്ത് ഒരുപാട് മുറിപ്പാടുകളുണ്ടാകും. അവിടുന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. കിം ഒരു ബോസിനെ തോക്കിൻ മുനയിൽ നിർത്തി ഉടൻ തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് കാണിക്കുന്നു. നോർത്ത് കൊറിയൻ ഇൻ്റലിജൻസ് റിക്രൂട്ട് ചെയ്ത ഒരു ഏജൻ്റാണ് ഇവൻ. കോഡ് നെയിം 66 എന്നാണ്. ഇവൻ 3 പഞ്ച് വീതം കൊടുക്കും. എന്നിട്ട് അടിച്ച് തെറിപ്പിക്കും. എന്നിട്ട് കഴുത്ത് ഞെരിച്ച് മിൻ എവിടെ, എൻ്റെ മോളെവിടറാ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.